ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറെ ഒന്നുമല്ല, എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ആണ് കേട്ടോ. ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ചായിട്ട് തന്നെ എനിക്ക് കേക്കും സർപ്രൈസായിട്ട് ഗിഫ്റ്റും ഒക്കെ എത്തി കേട്ടോ. ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട് ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ കേക്ക് കൊടുത്തു. പിന്നെ ഞാനും വേണ്ടേ ഒന്ന് കഴിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഞാനും കഴിക്കായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉമ്മ എനിക്ക് കേക്ക് തരാൻ വേണ്ടിയിട്ടിരിക്കണം. ഉമ്മക്ക് വീഡിയോസിൽ അങ്ങനെ വരുന്നത് ഇഷ്ടമല്ല, പിന്നെ ഞാനത് അങ്ങോട്ട് ഇട്ടു എന്നുള്ളൂ. ഉമ്മാക്ക് ഈ കേക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ് ഉമ്മാക്ക് ഞാൻ കൊടുക്കാതിരുന്നത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മുത്തുമണികൾ സർപ്രൈസായിട്ട് വേണമെന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ആ ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് ചാടി എണീറ്റതാണ്. ഇവർ വർക്കിനൊക്കെ നേരത്തെ പോകണത് കൊണ്ട് അത്രയും നേരത്തെയാണ് വന്നത്. ഞാൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്, അന്ന് ലീവായിരുന്നു. അപ്പോൾ അങ്ങനെ അവർ അടിപൊളി ചുരിദാറൊക്കെ ആയിട്ടാണ് വന്നത്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടൊരു കളറാണ് കേട്ടോ. ഫോട്ടോയിൽ കാണുമ്പോൾ ചെറിയൊരു കളർ വ്യത്യാസമുണ്ട്, പക്ഷെ അടിപൊളി കളറാണ്. എനിക്ക് വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചോക്ലേറ്റും ചുരിദാറും ഫ്ലവറൊക്കെ സെറ്റാക്കിയിട്ട് ആ ബോക്സ് എനിക്കൊരുപാട് ഇഷ്ടമായി കേട്ടോ. അടിപൊളിയായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈവനിങ് ആകുമ്പോഴത്തേനും അടുത്ത കേക്ക് വന്നു. അത് ഞാനും മക്കളൊക്കെ കൂടിയിട്ട് മുറിക്കാൻ വേണ്ടി നിന്നു. പക്ഷെ ഇക്ക നാട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ ഇക്കാക്ക് വീഡിയോ കോളൊക്കെ വിളിച്ച് ഞങ്ങളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് കേട്ടോ കേക്ക് മുറിച്ചത്. ഈ വിഷമം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ബർത്ത്ഡേയുടെ തലേ ദിവസമാണ് ഇക്ക ഗൾഫിലേക്ക് പോയത് കേട്ടോ. അപ്പോൾ അത് കാരണം ആ ഒരു വിഷമം നല്ലോണം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണമാണ് ഞാൻ പിന്നെ ആ ഒരു വിഷമം മാറാൻ വേണ്ടിയിട്ട് ഇക്കാക്ക് വീഡിയോ കോളൊക്കെ വിളിച്ച് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് ബർത്ത്ഡേ ഒക്കെ അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിച്ചു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് മക്കൾ ചെറിയൊരു പണി ഒപ്പിച്ചു. അത് ഞാൻ പ്രതീക്ഷിച്ചത് തന്നെയാണ്, കാരണം ഞാൻ അവരുടെ ബർത്ത്ഡേക്ക് ഇതുപോലൊക്കെ ചെയ്യാറുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും പതിവ് പോലെ തന്നെ അവർ മുഖത്തൊക്കെ വെച്ച് തേച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്തതായിട്ട് ഒരു ചുരിദാറിൻ്റെ മെറ്റീരിയൽ കിട്ടി. അടിപൊളിയല്ലേ, നല്ല കളറല്ലേ അത്, എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ട കളറാണ് കേട്ടോ. പിന്നെ അടുത്തത് വേറെ 2 ചുരിദാറായിരുന്നു. എല്ലാ ഗിഫ്റ്റും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എൻ്റെ ഇക്കാക്കും എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് താങ്ക്സ്.